Hello friends, welcome to the channel. goodhappenshereajay channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആക്ച്വലി ഇന്ന് അൺബോക്സ് ചെയ്യാനും പരിചയപ്പെടാൻ പോകുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഡ്രീം ആയിരിക്കും ഒരു നല്ലൊരു ക്യാമറ, ഒരു DSLR ക്യാമറ, ഒരു മിറർലെസ് ക്യാമറ, അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്ളോഗിങ് ക്യാമറ, അതായത് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ നമ്മുടെ ഒരു ഇതുപോലെ ഒരു ഡ്രീംസിനെ കുറിച്ചുള്ള കോഡ്സുകൾ കുറേ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലത്തെ ഒരു കോഡ്സാണ് യു ഹാവ് ടു ഡ്രീം ഫസ്റ്റ് ബിഫോർ ദ ഡ്രീംസ് കംസ് ട്രൂ ആയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രീം ചെയ്താൽ ശരിക്കും ഡ്രീംസ് കംസ് അതിന് ഉദ്ദേശം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, സിമ്പിൾ വേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു ഡ്രീം വേണം, നല്ല ഡ്രീം, അത് യാഥാർത്ഥ്യമാവുള്ളൂ. അതാണ് ആക്ച്വലി അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ നമുക്ക് ആക്ച്വലി കുറേ ഡ്രീമുകളുണ്ട് ഇതുപോലെ. എനിക്കാണെങ്കിൽ കുറച്ച് ഗാഡ്ജറ്റ്സ്, കുറച്ച് ഒരു ഭ്രാന്തുള്ള ഒരു ടൈപ്പ് ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഗാഡ്ജറ്റ്സും ഇതുപോലെ ഡ്രീമുള്ളതാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് സോണി Z1 അതുപോലെ കാനോണിൻ്റെ G7 Max ഒക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. പക്ഷേ അതിനൊരു 40 above to 65 above ഒക്കെ വരുന്നത് നമുക്ക് ആക്ച്വലി. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടാന്ന് വിചാരിച്ചു. നമ്മൾ റീസെൻ്റ്ലിയാണ് ഇപ്പോൾ കാനോണിൻ്റെ 200D Mark II വാങ്ങിച്ചത് തന്നെ. അപ്പോൾ ആക്ച്വലി നമുക്ക് യൂട്യൂബ് മണി വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ലെങ്കിലും നമ്മൾ ആക്ച്വലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാനോണിൻ്റെ IXUS 185 എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബഡ്ജറ്റ് ലെവൽ, എൻട്രി ലെവലായിട്ടുള്ളൊരു ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ എന്തായാലും വീഡിയോസിന് റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് ആക്ച്വലി 720p വീഡിയോസ് വരെ ഇതിൽ എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഫോട്ടോസിന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു 20 മെഗാപിക്സലിൻ്റെ ഒരു സെൻസർ വരുന്ന ഒരു മോഡലാണ്, കാനോണിൻ്റെ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 28mm വൈഡ് ക്യാപ്ചറിങ് കിട്ടും. പിന്നെ നമുക്കൊരു ചെറിയതാണ്, ഭയങ്കര ഒരു നമ്മുടെ മൊബൈലിനെക്കാട്ടും ചെറുതാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു പോർട്ടബിലിറ്റി, അത്യാവശ്യം പെട്ടെന്ന് പോകുമ്പോൾ എടുത്തിട്ട് പോകാൻ പറ്റുന്നൊരു ക്യാമറയാണ്. നമുക്ക് ഇതാണ് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു നമ്മുടെ ഫോണിനെക്കാട്ടും അത്യാവശ്യം ഒരു ക്ലാരിറ്റിയും അതുപോലെ ഡെപ്തും അതുപോലെ ഡീറ്റെയിൽസും കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇതിൻ്റെ സെൻസർ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ സെൻസറിനെക്കാട്ടും വലുതാണ്. അപ്പോൾ പിന്നെ തന്നെ ഒരു ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ച്വലി നമുക്കൊരു പൗച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇത്ര ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഒരു നമ്മുടെ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ സംഭവം. നമുക്ക് ഫോൺ വയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ വെച്ചിട്ട് കൊണ്ടു നടക്കാം. അപ്പോൾ ഫോണിൻ്റെ നിങ്ങൾക്കറിയാം, ഫോൺ നമ്മൾ മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൾസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് കോൾസൊക്കെ മിസ്സാവും. ഇതാണെങ്കിൽ നമുക്കൊരു ഫോട്ടോസിന് മാത്രമായിട്ട് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രൈ നോക്കാവുന്ന ഒരു സംഭവമാണ്. നിങ്ങളൊരു അത്യാവശ്യം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണെങ്കിൽ വ്ളോഗിങ്ങിന് ഞാൻ പറ്റുമെന്ന് പറയില്ല, പക്ഷേ ഒരു എൻട്രി ലെവലിന് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് നമുക്ക് ചെയ്യാം. എന്താ വെച്ചാൽ ഇതിന് പ്രൈസ് വരുന്നത് ഒരു 9300 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സോണിയുടെ W800 ആണ്. അപ്പോൾ അതിന് ആക്ച്വലി ഒരു 8000 റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ട് ലെവലാണ്. പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ക്വാളിറ്റി കുറവാണ്, അതുപോലെ ബിൽഡ് ക്വാളിറ്റി കുറവാണ്, പിക്ചർ ക്വാളിറ്റിയും കുറവാണ്, കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ ഇത് കിട്ടാനും കുറച്ച് പാടുണ്ടാകും. ഇപ്പോൾ ഈ പോയിന്റ് ഷൂട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് 2014, 2015, 2016 റേഞ്ചിലൊക്കെ സമയത്തൊക്കെ ഹിറ്റായ മോഡലുകളാണ്. അപ്പോൾ അതിപ്പോൾ പ്രൊഡക്ഷൻ ആക്ച്വലി ഒരു അങ്ങനെ ഓൾമോസ്റ്റ് നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചെറിയ ഹൈ എൻഡ് ഉള്ള പോയിന്റ് ഷൂട്ടൊക്കെ നമ്മളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും സോണിയുടെ Z1 കുറിച്ചും അതുപോലെ G7 Maxും അത്യാവശ്യം ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോപ്പഡാണ്. അപ്പോൾ പിന്നെ നിക്കോണിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഇപ്പോൾ പ്രൊഡക്ഷൻ ഉള്ളൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ അത് നല്ല പ്രൈസുള്ള മോഡലുകളാണ്. അത് നമുക്ക് ശരിക്കും അത്യാവശ്യം നല്ല കറക്റ്റ് വ്ളോഗിങ്ങിനൊക്കെ ഉപയോഗിക്കാം. സോണിയുടെ Z1 ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കറക്റ്റ് വ്ളോഗിങ്ങിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഇതാണ്. അപ്പോൾ ഇത് പുതിയ ഫ്രഷ് പാക്കാണ്, സീൽഡാണ്. നമുക്ക് നമ്മുടെ ഒരു സെല്ലർ അയച്ചെന്നാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് അതുപോലെ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടൈമിൽ 2022 ഒരു പോയിന്റ് ഷൂട്ട് ക്യാമറ നല്ലതാണോ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ റീസെൻ്റ്ലി നമ്മളൊരു ഗിവ് വീഡിയോ ഇട്ടിട്ടുണ്ട് 2 റിയൽമിയുടെ ബഡ്സ് എയർ 3 പ്രോൻ്റെയും 3യും അതുപോലെ തന്നെ ONEPLUS ബുള്ളറ്റ് വയർലെസ് Z2ൻ്റെ മോഡൽ. അപ്പോൾ അത് പങ്കെടുക്കാൻ മറക്കണ്ട, കാണാനും മറക്കണ്ട. നമ്മൾ മോളായിട്ട് ലാസ്റ്റ് കൊടുക്കാം. പുതിയ ലേറ്റസ്റ്റ് വീഡിയോ ഒരു 1 വീക്കിൻ്റെ മുകളിലായിട്ടുള്ള ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ പോയി സെർച്ച് ചെയ്താലും കിട്ടും, നിങ്ങൾക്ക് മെയിൻ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ആമസോണിൻ്റെ നമ്മൾ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടെന്നു, അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നുണ്ട്. URL നിങ്ങൾക്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ പർച്ചേസിങ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ്ങും അതുപോലെ ഫാസ്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് നമ്മുടെ ചാനലിനും അതുപോലെ സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കാനോണിൻ്റെ IXUS 185ൻ്റെ ബോക്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് കാനോണിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ അവർ ഇന്ത്യയുടെ ഒരു സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടഡ് മാർക്കറ്റഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. MRP 9395 ആണ്. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ എന്ന് പറയുന്നത് 12/2021 അപ്പോൾ ആക്ച്വലി കുറച്ചൊക്കെ പുതിയതാണ്. എന്താ കഴിഞ്ഞ കൊല്ലം മാനുഫാക്ചർ ചെയ്താണ്. കഴിഞ്ഞ കൊല്ലമല്ല, ഡിസംബർ 2021 മാനുഫാക്ചർ ചെയ്തതാണ് മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ.
പുതിയ സാധനം തന്നെയാണിത്. മാനുഫാക്ചർ കാനോൺ ഇന്ത്യ, ജപ്പാൻ വരെ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഡിജിറ്റൽ സ്ട്രാപ്പ്, സ്ട്രാപ്പ്, ബാറ്ററി ചാർജർ, ബാറ്ററി പാക്ക്. എനിക്ക് തോന്നുന്നതിൽ പൗച്ച് ഉണ്ടാവുമോ? നമുക്ക് പണ്ട് ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് തരാറുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം പൗച്ച് ഉണ്ടാവുമോ? പൗച്ചൊരു നല്ല സാധനമായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ചെറിയ സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് കാനോണിൻ്റെ IXUS 185 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി റെഡ് കളറായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി അവരോട് ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് അടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കളറെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നോക്കി നോക്കാം. റെഡാണ് ഇത്. അവിടെ ബാക്കിൽ ഇവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. കാനോണിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡൽ നമ്പറും കാര്യം ഡീറ്റെയിൽസും സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജപ്പാനീസിലെ കുറേ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. കണ്ടൻറ് സൈഡിൽ ക്യാമറ, സ്ട്രാപ്പ്, ബാറ്ററി ചാർജർ, ബാറ്ററി പാക്ക്. ഒരു സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൽ മറ്റേ സംഭവം ഇല്ല എന്നുണ്ട്. മെമ്മറി കാർഡ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ്, ഇൻ്റർഫേസ് കേബിൾ ഇസ് നോട്ട് ഇൻക്ലൂഡ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. ഭയങ്കര കഷ്ടമായി പോയി അത്. അവൻ്റെ ഒരു മെമ്മറി കാർഡ് കിട്ടാറുണ്ട്, അതും ഇല്ല. ഇപ്പോൾ ഇൻ്റർഫേസ് കേബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ USB കേബിളുണ്ട്, അതും ഇല്ല. അതും എടുത്ത് കളഞ്ഞൊരു പ്രൈസ് മാത്രം കൂട്ടിയിട്ട് ബാക്കി എടുത്ത് കളയാം. എന്താ ചെയ്യാല്ലേ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. സീൽഡ് പാക്കാണ്. ഡിജിറ്റെക് 4+ ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. LCD വരുന്നത് 2.7 ഇഞ്ചാണ്. ഇപ്പോൾ ഇത് ഫുള്ളി സീൽഡ് തന്നെയാണ്. പിന്നെ പുതിയ സാധനമാണ്, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ആക്ച്വലി വിചാരിച്ച ശരിക്കും ഇതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ നിർത്തിയിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഡിസംബറിൽ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊന്നും നിർത്തിയിട്ടില്ല. ഞാൻ സീല് പൊട്ടിച്ചിട്ടുണ്ട്, ഓപ്പൺ ചെയ്തു. ഓയിലൊന്നുമില്ല, എല്ലാവരും എടുത്ത് കളഞ്ഞു കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കാനോണിൻ്റെ വാറണ്ടി കാർഡ് തന്നിട്ടുണ്ട്. 2 ഇയർ വാറണ്ടി വരുന്നൊരു കാർഡ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലെന്താ ഇത് എന്തോ സംഭവം, ഇത് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു പൗച്ചൊക്കെ എടുത്ത് കളഞ്ഞു. നമുക്കൊരു പൗച്ചൊക്കെ ഇതിൽ കിട്ടാറുണ്ട്, ഒക്കെ എടുത്ത് കളഞ്ഞു. മോശമായി പോയി. ഒരു ചെറിയ ബാറ്ററി, നമുക്ക് ബാറ്ററി നോക്കി നോക്കാം. ഇതിൽ ആക്ച്വലി നമുക്ക് ഡിജിറ്റെക്കിൻ്റെ ഒരു ബാറ്ററി ഇവർ ഇറക്കുന്നുണ്ട് ഇതിന് മോഡലിനായിട്ട്. നമുക്കത് വാങ്ങിച്ചിടാം കേട്ടോ. ചെറിയൊരു കുട്ടി ബാറ്ററി, നമ്മുടെ പണ്ടത്തെ ഫോണില്ലേ അതിൻ്റെ ബാറ്ററി പോലെ ഉണ്ട്. അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ബാറ്ററി പാക്ക് NB11 അല്ല, അത് സെയിം ഒക്കെ തന്നെയാണ്. 680 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ഉടയ്ക്കാം. എന്തായാലും ബാറ്ററി ആവശ്യം വരും. പിന്നെ നമുക്കൊരു ചാർജറിൻ്റെ കേബിള്, പിന്നെ അതിൻ്റെ ചാർജർ. സോണിഡിൽ നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ ചാർജർ ഇല്ല കേട്ടോ. നമുക്ക് അതിൽ നമ്മുടെ USB കുത്തിയിട്ടുള്ള പരിപാടിയാണ്, അതെനിക്കിഷ്ടമല്ല. ഇതിലൊരു കുട്ടി ചാർജർ ഉണ്ട്, നമ്മുടെ ഇതിൻ്റെ കൂടെ കിട്ടിയ പോലെ തന്നെ, നമ്മുടെ DSLR കിട്ടുന്ന പോലത്തെ അതേ മോഡലൊരു ചെറിയത്. പിന്നെ നമ്മുടെ മെയിൻ ഒരു ടാഗും ഉണ്ട്. ബാക്കി അതെടുത്ത് കളഞ്ഞിട്ടില്ല, ടാഗുണ്ട്. ബാക്കിയൊക്കെ എടുത്ത് കളഞ്ഞവർ. നല്ലൊരു പോച്ചിന് കൂടെ തരുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞവർ. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാമറ ഉണ്ടോ, എന്ത് ചെറുതാ സംഭവം, ഭയങ്കര കുട്ടി ക്യാമറ. ഇത് കൊണ്ടുവെക്കാൻ നല്ല സുഖമായിരിക്കും. ഭയങ്കര ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുത്. നല്ല ക്വാളിറ്റി ഉണ്ട് ശരിക്കും. സോണിനെക്കാട്ടും ക്വാളിറ്റി ഉണ്ട്. സോണി W800 ഞാൻ അറിയാൻ പറഞ്ഞത്. അതിനാട്ടും ക്വാളിറ്റി ഉണ്ട്, അതിനാട്ടും ഭംഗിയുണ്ട് കാണാൻ. ഒരു ബിൽഡ് ക്വാളിറ്റി ശരിക്കും ഇത് പ്രീമിയം ക്വാളിറ്റി പോലെ തോന്നും. ഇതിൻ്റെ കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. 185, അതുപോലെ തന്നെ 240 അങ്ങനെ എന്തൊക്കെ ഉണ്ട്, കുറേ മോഡൽസ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് മാറ്റി വയ്ക്കാം. ബോക്സിൻ്റെ ക്വാളിറ്റിയൊക്കെ കണക്ക് തന്നെ. പിന്നെ നമ്മുടെ ക്യാമറയുടെ ബോക്സ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അൺബോക്സിങ് ചെയ്യാനൊന്നും. നമുക്ക് എന്തായാലും നമ്മുടെ കേബിളും കാര്യങ്ങളൊക്കെ പുറത്തെടുക്കാം. എനിക്കിത് കേബിളൊക്കെ തോന്നുന്ന നമ്മുടെ പഴയ DSLR കിട്ടുന്ന കേബിളിൻ്റെ അതേപോലെ ഉണ്ട്. ടാഗും നമുക്ക് എടുക്കാം, ടാഗും നമുക്ക് ആവശ്യം വരും. പൗച്ചെടുത്ത് കളഞ്ഞാണ് മോശമായി പോയത്. അപ്പോൾ ഞാൻ ഇതെടുക്കുകയാണ്. പൗച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ വാറണ്ടി കാർഡ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതിൽ 2 ഇയർ വാറണ്ടിയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. കാനോൺ സർവീസ് ശരിക്കും നമുക്ക് ഇത് കേരളത്തിൽ പറയുമ്പോൾ എറണാകുളത്താണ് ഇത് വരുന്നത് കേട്ടോ. നമുക്ക് സൗത്തിലായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടാവും. പാലക്കാട് കൊടുത്തിട്ടുണ്ട്, തൃശ്ശൂർ. പക്ഷേ തൃശ്ശൂരൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ തൃശ്ശൂരൊന്നും നമ്മുടെ ക്യാമറയുടെ സർവീസ് ഒന്നും വരുന്നില്ല. ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് തൃശ്ശൂരില്ല, എറണാകുളത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. എറണാകുളത്ത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ ഒരു പിക്കപ്പ് സർവീസും അതുപോലെ തന്നെ പ്രിൻ്ററിൻ്റെയും കാര്യങ്ങളൊക്കെ സർവീസുകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എല്ലാം കണക്ക് തന്നെ, സർവീസൊക്കെ എല്ലാം കണക്കാണ്. സോണിയുടെയും കണക്ക് തന്നെയാണ്, ഫിജി ഫിലിമിൻ്റെയും മഷീനെയാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഫിജി ഫിലിമിൻ്റെ പറഞ്ഞ കംപ്ലൈൻറ്റ് വന്നിട്ട് സർവീസ് കിട്ടാൻ കുറച്ച് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എൻ്റെ അല്ല, ഫ്രണ്ടിൻ്റെയാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. എനിക്ക് തോന്നുന്നു ബാറ്ററി ചാർജ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കുട്ടി ബാറ്ററി. ബാറ്ററിയുടെ ചാർജറിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാറ്ററി ചാർജർ. ഇത് മാറ്റി വയ്ക്കാൻ. നമ്മുടെ കേബിൾ താഴെ പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ എടുക്കാം. അതിൽ പൗച്ചില്ലാത്ത മോശമായി പോയി. ഒരു കുട്ടി ക്യാമറ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കുട്ടി ക്യാമറ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓവർവ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന നോക്കേണ്ടതാണ് പേരൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. കാനോണിൻ്റെ ബ്രാൻഡിങ് ഒക്കെ മുകളിൽ ഇവിടെയാണ്. കാനോൺ IXUS എഴുതിയിട്ടുണ്ട്.
കാനോൺ 200mm ലെൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. 8x സൂം വരുന്നതാണ്. 50/40mm സൂം വരുന്നതാണ്. 8x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. ഫ്ലാഷ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ LED ഫ്ലാഷ് സെൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രൈപോഡ് മൗണ്ടിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ മെയ്ഡ് ഇൻ ചൈന, അത് പിന്നെ നോക്കണ്ടല്ലോ അല്ല. പിന്നെ മുകളിലായിട്ട് ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, HD കൊടുത്തിട്ടുണ്ട്. 720p വീഡിയോ സപ്പോർട്ടറാണ് തന്നെ HD കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നമുക്ക് പിക് ടേക്ക് ബട്ടണും അതുപോലെ സൂമിൻ്റെ അതിൻ്റെ ഒരു ജോയ്സ്റ്റിക്ക് പോലെ സംഭവം മൈക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ സൈഡിലായിട്ട് CE ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് AV ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അതിവിടെ നമുക്ക് മൈക്രോ USB ആണ് വരുന്നത്. കേബിൾ സെപ്പറേറ്റ് വാങ്ങേണ്ട വരും കേട്ടോ. എന്ന് വെച്ചാൽ അത് സാധാ മൈക്രോ USB അല്ല, കുറച്ച് തടിയുള്ള ടൈപ്പാണ്. അത് കേബിൾ അവർ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉള്ളതൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ മെമ്മറി കാർഡും അതുപോലെ തന്നെ നമ്മുടെ കേബിൾ ഇടേണ്ടത്, അല്ല സോറി ബാറ്ററി ഇടേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി ഇട്ട് നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഒന്നെങ്കിലും ഉണ്ടാവുന്ന ബാറ്ററി. ഓക്കെ, നമ്മൾ ഇട്ടിട്ടുണ്ട്, കറക്റ്റാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് ഫസ്റ്റ് തന്നെ ഓൺ ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ട്. കാനോണിൻ്റെ ബ്രാൻഡിങ് വന്ന് നമുക്ക് ഇവിടെ ഒരു ചെറിയ LED ഉണ്ട്. ചാർജ് ബാറ്ററി കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ചാർജ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആക്ച്വലി അത്യാവശ്യം കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാതിരിക്കും, ഓൾറെഡി ചാർജിങ് വെച്ചൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറായി ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പം ഫുൾ ആയിട്ടില്ല. ചാർജിന് കിടക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ 2 ലൈറ്റ് ഉണ്ട്, ഒരു ചാർജും ഒരു ഫുള്ളും. ഇത് ആക്ച്വലി നമ്മുടെ DSLR ഇവിടെ കാനോണിൻ്റെ DSLR കൂടെ ബാക്ക് മിറർലെസ് ക്യാമറയുടെ കൂടെ കിട്ടുന്ന അതേ മോഡൽ തന്നെ ഒരു ചാർജർ തന്നെയാണ് കേട്ടത്. ശരിക്കും പുതിയ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി പുതിയ മോഡലാണ്. ഇപ്പോൾ ഞാൻ വിചാരിച്ചത് ആക്ച്വലി ഒരു പ്രൊഡക്ഷനൊക്കെ നിർത്തിയതാണ്. പക്ഷേ ഡിസംബർ 2021 ഇത് മാനുഫാക്ചറിങ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടിംഗ് ഡേറ്റ് അതിനായിട്ടും പുതിയതായിരിക്കും. ഒരു ജനുവരി 2022 തന്നെ ആയിരിക്കും ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ 2022 മോഡലാണെന്ന് വേണമെങ്കിൽ പറയാത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചാർജിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആയിട്ടില്ല. എന്തായാലും നമുക്ക് ഫുൾ ആവേണ്ട മുമ്പ് അതിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ള ആക്സസറീസൊക്കെ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പഴയ മോഡലാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഡിഫറൻസ് അപ്പോൾ തന്നെ അറിയാം. എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു പൗച്ചും മെമ്മറി കാർഡൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു 32 GB എക്സ്ട്രീം നമ്മുടെ സാൻഡിസ്ക് എക്സ്ട്രീമിൻ്റെ മെമ്മറി കാർഡ് നമുക്ക് ഇട്ടോക്കാം. ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിച്ചു കൂട്ടാം. നമ്മൾ കുറച്ച് ചാർജ് ചെയ്തിട്ട് അപ്പോൾ ഇതാ ഫുള്ള് കത്തിയിലോ, ഫുള്ളായി. കറക്റ്റ് നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് സാധനം ഫുള്ളായി. എന്തായാലും അത് കൊള്ളാം. കുറച്ചും കൂടി ആവട്ടെ, നമുക്ക് എന്നിട്ട് ചാർജിങ് നിർത്താം. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ടാണ്. എനിക്ക് ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി മോസ്റ്റ്ലി എടുത്ത് നോക്കിയത് നമ്മുടെ ഇൻഡോർ ഷോട്ട്സുകളാണ്. നമ്മുടെ കുറച്ച് സെൽഫി പോലത്തെ എടുത്ത് നോക്കി. സെൽഫി എടുക്കാനൊക്കെ നല്ല സുഖമായിട്ടാണ്. സ്ക്രീൻ റൊട്ടേറ്റബിൾ അല്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ലൊരു ക്വാളിറ്റി തോന്നിയിട്ട്, എന്താ വെച്ചാൽ നമ്മുടെ എൻ്റെ ഉള്ള OnePlus ഫോണിൻ്റെ അതേ ക്വാളിറ്റി എനിക്ക് തോന്നി. ഞാൻ ആക്ച്വലി ഇത് കമ്പ്യൂട്ടറിലിട്ട് നോക്കി. നമ്മുടെ മെമ്മറി കാർഡാണുള്ളത്, അതിൽ ഡാറ്റ കേബിൾ അവർ തന്നിട്ടില്ല. അതോ അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഡാറ്റ കേബിളും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി വന്നിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് എൻ്റെ പിക്ചർ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. വീഡിയോ ക്വാളിറ്റി 720p ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. വലിയ കുഴപ്പമില്ല. നമുക്ക് ഔട്ട്ഡോറിന് എടുക്കാൻ പറ്റുള്ളൂ. നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. ഞാൻ അടുത്ത ഫോട്ടോസ് നമ്മളെന്തായാലും മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ എങ്ങനെ ഇടണമെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ചാർജ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദൂരെയാണ്. ഇത് നമ്മുടെ DSLRൻ്റെ ക്യാമറ, എൻ്റെ ബാറ്ററി ഇപ്പോൾ നമ്മുടെ ഇതെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഓഫായി പോയി. അപ്പോൾ ഞാൻ അതും ചാർജ് ചെയ്യണം. നമ്മുടെ ഒരു എക്സ്ട്രാ ഡിജിറ്റെക്കിൻ്റെ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ബാറ്ററി എടുത്തിട്ടുണ്ട്. എനിക്ക് ചാർജർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കേസ് ശരിക്കും മെയിൻ ആവശ്യമാണ് സംഭവം. ഞാൻ എന്തായാലും ഒരു എക്സ്ട്രാ കേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എക്സ്ട്രാ വേറെ ഇടാം. അപ്പോൾ ബാറ്ററി ഇടാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ പോയിൻറ്റ്സ് നോക്കിയാൽ മതി. അപ്പോൾ ഈ പോയിൻ്റ് എവിടെയാണ് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ബാറ്ററി ഇടാം. ഇങ്ങനെ ആയിരിക്കണം മോസ്റ്റ്ലി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ടിപ്പ് ഉണ്ട്. അത് നമ്മൾ പൊന്തിച്ച് നമ്മുടെ നോർമൽ നമ്മുടെ കാനോണിൽ വരുന്ന അതേ സ്റ്റൈലിന് അതാണ് ലോക്ക് ആയിക്കോളും. പിന്നെ മെമ്മറി കാർഡ് ഇതിൽ 32 GB വരെയാണ് സപ്പോർട്ട് മാക്സിമം വരുന്നതുകൊണ്ട് മെമ്മറി കാർഡ് അവർ ഓൾറെഡി ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇടേണ്ടത്. ഞാൻ മെമ്മറി കാർഡ് ഇട്ടു, എന്നിട്ട് അടച്ചു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ടാഗ് ഇടാം. ടാഗും അത്യാവശ്യം നല്ല ക്വാളിറ്റി കാനോണിൻ്റെ ബ്രാൻഡിങ് ഉള്ളൊരു ടാഗാണ്. ടാഗ് ഇടാനുള്ള പോർട്ടാണത്. എന്തായാലും ടാഗ് ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ കുട്ടി സാധനമാണല്ലോ, കയ്യിൽ പിടിച്ചെടുക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാനിത് ഓൺ ചെയ്യാനൊന്നുകൂടി നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഓൺ ചെയ്ത് നോക്കിയെങ്കിലും കാനോണിൻ്റെ ബ്രാൻഡിങ് വന്ന് നമ്മളത് എന്തായാലും സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതിൽ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ പ്ലേ ബട്ടണാണ് നമ്മുടെ എല്ലാ ക്യാമറയിലും വരുന്ന അതേ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ അടുത്ത ഒരു ഫോട്ടോ എടുത്താണ്. അപ്പോൾ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കണ്ടോ, എനിക്കിവിടെ കാണുന്നതായിരിക്കും. ഞാൻ ശരിക്കും ആക്ച്വലി ഇതുണ്ടോ എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി നല്ല ഷോട്ട്. ഇത്ര ചെറിയ ക്യാമറ ആണല്ലോ, നമുക്കിത് കൊണ്ടെടുത്തിട്ട് ഇത് ആക്ച്വലി സൂം ചെയ്ത ഷോട്ടാണ്. എന്നിട്ട് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കണ്ടോ. ഈ ഷോട്ട് ഈ സെയിം പിക്കാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ടച്ച് അറിയാണ് നമ്മുടെ DSLR തൊട്ടിട്ടേ ടച്ച് കൂടെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ സാധനമാണ് ഞാൻ സൂം ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട്. അത് ഫുൾ സൂം അല്ല, എന്നാലും ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് സൂം ചെയ്തിട്ട് എടുക്കുമ്പോഴും.
കണ്ടു ഞാൻ സൂം ചെയ്ത് അതിനകത്ത് ഫുൾ സൂമിൽ വരുന്നതാണ്, ഓൾമോസ്റ്റ് ഫുൾ സൂമിൽ വരുന്നതാണ്, നല്ല ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഔട്ട്ഡോർ ഷോട്ട് എടുത്താണ്, നമ്മുടെ പുറത്ത് വെച്ചെടുത്താണ്. ഇത് ലൈറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഡാർക്ക് ആവുന്നുണ്ട്. ഫ്ലാഷ് ഓട്ടോ മോഡാണ്. ഇത് ഞാൻ ഇൻഡോറിൽ എടുത്ത് നോക്കിയതാണ് നമ്മുടെ OnePlus ഫോണിൻ്റെ. പക്ഷേ അത്ര ക്ലിയർ ആയില്ല, എനിക്ക് തോന്നുന്നത് ലൈറ്റില്ലാത്തതിൻ്റെ പ്രോബ്ലം തോന്നുന്നുണ്ട്. ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ശരിക്കും എൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും നല്ലൊരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കാണ്, പക്ഷേ നമുക്ക് പിടിക്കുമ്പോഴെന്നൊക്കെ തോന്നുമ്പോൾ ശരിക്കും ഒരു മെറ്റലിൻ്റെ ഫീൽ, എന്താ പറയുക, ഒരു അലോയ് ഫീൽ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറുതായിട്ട് അലോയ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, മെറ്റൽ തന്നെയാണ്. എനിക്ക് പിന്നെ തുറന്ന് വരുന്നതും നല്ല രസമാണ് കാണാൻ. ഓണായി കഴിഞ്ഞാൽ ഞങ്ങൾ തുറന്ന് വരുന്നതാണ്. അത്രയ്ക്കും ഹൈറ്റ് വരുന്നുണ്ട്. നമുക്കിത് ഫുള്ള് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലെങ്ത്ത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത്രയ്ക്ക് സൂം കിട്ടും ഫുള്ളായി കഴിഞ്ഞാൽ കേട്ടോ. ലെങ്ത്ത് അത് സൂം ഔട്ട് ചെയ്താൽ ഇത്രയ്ക്ക് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ഡോർ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അവരൊരു സ്റ്റിക്കറൊക്കെ ഉണ്ട്, നമുക്ക് ആക്ച്വലി പറിച്ച് കളയാം, കുഴപ്പമില്ല. അതിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു 100 ഗ്രാം 120 ഗ്രാമത്തെ റേറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനത് എന്തായാലും ഓഫ് ചെയ്യാം. പൗച്ചും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങിക്കാൻ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ, എന്താ വെച്ചാൽ 2022 എല്ലാവർക്കും പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ കുറേ പേർക്കൊക്കെ ഉണ്ടായിരിക്കും. മിക്ക എല്ലാ ആൾക്കാരും മിറർലെസ് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഇതിനായിട്ടും കുറച്ചും കൂടി ഒരു കോമ്പാക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ പ്രൈസ് നല്ല ഡിഫറൻസ് വരും. ഇതിന് ആക്ച്വലി നമുക്ക് 9000 വരുന്നുള്ളൂ. മറ്റെന്തായാലും ഒരു മിനിമം സാധനത്തിന് 40ഒക്കെയാണ്. M200ൻ്റെ കാനോണിൻ്റെയൊക്കെ ഒരു 40-45 റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ എന്തായാലും അതിൻ്റെ കുറച്ച് നല്ല സുപ്പീരിയറാണ് ഇമേജ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. 4K റെക്കോർഡിംഗ് ഉള്ളതാണ്. പക്ഷേ എൻ്റെ പ്രൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യട്ടോ. ഇത് ആക്ച്വലി 2022 പുതിയ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റാണ്. ഞാൻ ആക്ച്വലി നമുക്കൊരു സെല്ലർ അയച്ചതാണ്. നമ്മുടെ ആമസോണിലൊക്കെ സെല് ചെയ്യുന്ന ഒരു സെല്ലർ തന്നെയാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ ആമസോണിലും അതുപോലെ തന്നെ IMS സ്റ്റുഡൻസിലൊക്കെ സ്റ്റോക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ ആഡ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത് ഫുള്ള് എല്ലാത്തിലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പിന്നെ നിങ്ങളൊരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10-11 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ആമസോണിലൊരു നമ്മുടെ സോണിയുടെ സൈബർ ഷോട്ട് W830 എന്നൊരു മോഡലുണ്ട് 15 രൂപയ്ക്ക്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡലാണ്. എന്നുവെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ശരിക്കും അതിനായിട്ടും ചെറിയ മോഡൽ W800 എന്നൊരു മോഡലുണ്ട്. അത് ഭയങ്കര ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഞാൻ ആക്ച്വലി നമ്മളത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ സെല്ലർ നമ്മൾ ആക്ച്വലി അത് നമുക്ക് തന്നതാണ്. ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി കണ്ട് നിങ്ങൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ റിവ്യൂ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ അറിയാം. ഭയങ്കര പിക്ചർ ക്വാളിറ്റി ഭയങ്കര ബോറെന്ന് പറഞ്ഞാൽ ഞാൻ സോണിയുടെ ബ്രാൻഡ് നെയിം കറക്റ്റ് എടുത്തത്, പക്ഷേ ഇത് സോണി തന്നെയാണോ എനിക്ക് തോന്നിക്കരിക്കുക. എന്നുവെച്ചാൽ അത്രയും പിക്ചർ ബോർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 10000 രൂപയുടെ ഫോണിൻ്റെ ക്വാളിറ്റി പോലും ഇല്ല. ഞാൻ പറയുന്നത് സോണി സൈബർ ഷോട്ട് W800ൻ്റെ ഉണ്ട്. അതിൻ്റെ പെർഫോമൻസും സൂമും അതുപോലെ ഫോക്കസിങ്ങും ഒക്കെ അതിന് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ സാധനം വാങ്ങിക്കരുത്. W800ൻ്റെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ W830 സോണിയുടെ അതിപ്പോൾ ആമസോണിൽ ഔട്ട് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ട്. പക്ഷേ ഡെലിവറി ഒക്കെ അത്യാവശ്യം ലേറ്റ് ആവും, 2 വീക്സ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ IMS സ്റ്റുഡൻസിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തായാലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പിന്നെ ഉള്ളത് HV300 എന്ന് പറഞ്ഞൊരു സോണിയുടെ ഒരു സംഭവം ഉണ്ട്. അത് ഇത്ര കോമ്പാക്റ്റ് അല്ല, അത്യാവശ്യം നമുക്ക് സൂമൊക്കെ 35x സൂമൊക്കെ കിട്ടുന്ന ഒരു മോഡലാണ്. അതും ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യും. ആക്ച്വലി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ ആക്ച്വലി മുമ്പ് യൂസ് ചെയ്തതല്ല, പണ്ടുണ്ടാകുന്ന ക്യാമറ അതായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് Instagram Facebook കോൺടാക്ട് ചെയ്യാം. അപ്പോൾ Instagram Facebook കോൺടാക്ട് ചെയ്യുന്നത് നമുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗിവ് വീഡിയോ പങ്കെടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.